പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം. ആരുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണെന്നാണ് പ്രഭാഷകൻ 34:1 പറയുന്നത്. അവിവേകിയുടെ സ്വപ്നങ്ങൾ ആർക്കാണ് ചേർന്നു നൽകുന്നത്? ബോഷന്മാർക്ക്. ആരാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും ആകുന്നത്? സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. സ്വപ്നത്തിലെ ഡാഷ് യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. ദർശനം. അത്യുന്നത്തിൽ നിന്നുള്ള ഡാഷ് അല്ലെങ്കിൽ ഇതിനെ അവഗണിക്കുക എന്നാണ് പറയുന്നത്. ദർശനം. അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്താണ് എന്നാണ് പ്രഭാഷകൻ 34:7 പറയുന്നത്. സ്വപ്നങ്ങൾ. എന്തിൽ ആശ്രയിച്ചവർ ആണ് പരാജയപ്പെട്ടിട്ടുള്ളത്? സ്വപ്നങ്ങളിൽ. സത്യസന്ധമായ ചൂണ്ടുകളിൽ എന്തിനാണ് പൂർണ്ണത ലഭിക്കുന്നത്? വിജ്ഞാനത്തിന്. ആര് വളരെ കാര്യങ്ങൾ അറിയുന്നു എന്നാണ് പ്രഭാഷകൻ 34:9 പറയുന്നത്? വിദ്യാസമ്പന്നൻ. ആരാണ് വിവേകത്തോടെ സംസാരിക്കുന്നത്? അനുഭവ സമ്പന്നൻ. ആർക്കാണ് അറിവ് കുറയുന്നത്? അനുഭവജ്ഞാനം ഇല്ലാത്തവന്. യാത്ര ചെയ്തിട്ടുള്ളവൻ ഡാഷ് ആകുന്നു എന്നാണ് പ്രഭാഷകൻ 34:11 പറയുന്നത്. കഴിവുറ്റവനാകുന്നു. ആരുടെ ജീവൻ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ 34:14 പറയുന്നത്? ദൈവഭക്തന്റെ. ദൈവഭക്തന്റെ ഡാഷ് അവന്റെ രക്ഷകനിലാണ്. പ്രത്യാശ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഡാഷ് പ്രകടിപ്പിക്കുകയോ ഇല്ല. ഭീരുത്വം. ഒരുവൻ പണിയുന്നു, അവരെ ഡാഷ് അധ്വാനം ഇല്ലാത്ത അവർക്ക് എന്ത് ലാഭം? നശിപ്പിക്കുന്നു. ആരുടെ ആത്മാവ് അനുഗ്രഹീതമാണ് എന്നാണ് പ്രഭാഷകൻ 34:17 പറയുന്നത്? ദൈവഭക്തന്റെ. പ്രഭാഷകൻ 34:19 അനുസരിച്ച് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് ഡാഷ് ചെയ്യുന്നു, കടാക്ഷിക്കുന്നു. അവിടുന്ന് ഡാഷ് ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, ആത്മാവിനെ. ഡാഷിൽ നിന്നുള്ള ബലി പങ്കിലമാണ് എന്നാണ് പ്രഭാഷകൻ 34:21 പറയുന്നത്. അന്യായ സമ്പത്തിൽ നിന്നുള്ള.
ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? നിയമ നിഷേധകന്റെ. ദൈവഭക്തി ഇല്ലാത്തവന്റെ ഡാഷിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. ബലികളിൽ. ആര് എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്നാണ് ദൈവഭക്തി ഇല്ലാത്തവന്റെ. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ഡാഷ് ചെയ്യുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ ബലി അർപ്പിക്കുന്നവൻ. എന്ത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണെന്നാണ് പ്രഭാഷകൻ 34:25 പറയുന്നത്. ദരിദ്രന്റെ ജീവൻ. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം. എന്താണ് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമെന്ന് പ്രഭാഷകൻ 35:1 പറയുന്നത്? നിയമം പാലിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നത് ഏത് ബലിയോടാണ് തുല്യപ്പെടുത്തിയിരിക്കുന്നത്? സമാധാന ബലിയോട്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിയോട് തുല്യമാണ്? ധാന്യ ബലിയോട്. ഭിക്ഷ കൊടുക്കുന്നവൻ ഏത് ബലിയാണ് അർപ്പിക്കുന്നത്? കൃതജ്ഞതാ ബലി. എങ്ങനെ കർത്താവിനെ സമീപിക്കരുതെന്നാണ് പ്രഭാഷകൻ 35:6 പറയുന്നത്? വെറും കൈയോടെ. ആരുടെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു? നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. എന്തിന്റെ സുഗന്ധമാണ് അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നത്? നീതിമാന്റെ ബലിയുടെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. ആരുടെ ബലിയാണ് സ്വീകാര്യം? നീതിമാന്റെ ബലിയാണ് സ്വീകാര്യം. എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നാണ് പ്രഭാഷകൻ 35:10 പറയുന്നത്? മനം തുറന്ന് മഹത്വപ്പെടുത്തണം. എപ്പോൾ മുഖം വാടരുത് എന്നാണ് പ്രഭാഷകൻ 35:11 പറയുന്നത്? കാഴ്ച സമർപ്പിക്കുമ്പോൾ. എങ്ങനെ ദശാംശം കൊടുക്കണമെന്നാണ് പ്രഭാഷകൻ 35:11 പറയുന്നത്? സന്തോഷത്തോടെ കൊടുക്കണം. കർത്താവ് ഡാഷ് നൽകുന്നവനാണ്, പ്രതിഫലം നൽകുന്നവനാണ്. കർത്താവ് ഡാഷ് ഇല്ലാതെ ന്യായാധിപനാണ്, പക്ഷാഭേദമില്ലാത്ത ന്യായാധിപനാണ്. കർത്താവിന് പ്രീതികരമായി ഡാഷ് ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. ശുശ്രൂഷ ചെയ്യുന്നവൻ. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളെ മുളച്ചു കയറുന്നത് എന്നാണ് പ്രഭാഷകൻ 35:21 പറയുന്നത്? വിനീതന്റെ. ആരുടെ പ്രാർത്ഥനയാണ് അവിടുന്ന് അവഗണിക്കുകയില്ല എന്ന് പറയുന്നത്? അനാഥന്റെ. ആരുടെ പരാതിയാണ് അവിടുന്ന് അവഗണിക്കില്ലാത്തത്? വിധവയുടെ. വിധവ ആർക്കെതിരെയാണ് വിലപിക്കുന്നത്? തന്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി. ന്യായവിധി നടത്തി ആർക്കാണ് അത്യുന്നതൻ നീതി നൽകേണ്ടത്?
നിഷ്കളങ്കന്. നിഷ്കളങ്കൻ അത്യുന്നതൻ സന്ദർശിച്ച് എങ്ങനെയാണ് നീതി നടപ്പാക്കി കൊടുക്കേണ്ടത് ന്യായവിധി നടത്തി. ധിക്കാരികളുടെ കൂട്ടത്തെ അവർ എന്തു ചെയ്യും? നിർമ്മാർജ്ജനം ചെയ്യും. ആരുടെ ചെങ്കോലാണ് അവിടുന്ന് തകർത്ത് കളഞ്ഞത്? അനീതി പ്രവർത്തിക്കുന്നവന്റെ. മനുഷ്യന് എന്തിനാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നതെന്ന് പ്രഭാഷകൻ 35:24 പറയുന്നത്. പ്രവർത്തികൾക്കൊത്ത്. ആർക്കാണ് പ്രവർത്തിക്കൊത്ത് അവിടുന്ന് പ്രതിഫലം നൽകുന്നത്? മനുഷ്യന്. ആരുടെ പരാതികൾക്കാണ് അവിടുന്ന് വിധി കൽപ്പിക്കുന്നത്? തന്റെ ജനത്തിന്റെ പരാതികൾക്ക്. കഷ്ടതയിൽ കർത്താവിന്റെ കരുണ എന്തുപോലെയാണ്? വരൾച്ചയുടെ നാളുകളിൽ മഴക്കാൽ പോലെ ആശ്വാസപ്രദമാണ്.